ഇറാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല എന്നാണ്. അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ, പാലങ്ങളും അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഉടനെ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കും. പെട്രോ കെമിക്കൽ യൂണിറ്റുകൾ, പവർ പ്ലാന്റുകൾ, അതുപോലെ ഡിസാലിനേഷൻ പ്ലാന്റുകൾ, ഇതിനെല്ലാം ആക്രമിക്കും. പ്രദേശത്തുള്ള അയൽ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കക്ക് സപ്പോർട്ട് നൽകുന്ന ഈ രാഷ്ട്രങ്ങളിലുള്ള അസറ്റുകൾ, അതുപോലെ തന്നെ അമേരിക്കൻ സമ്പന്നരായ ആളുകളുടെ അസറ്റുകൾ, പ്രോപ്പർട്ടികൾ, അതെല്ലാം മിഡിൽ ഈസ്റ്റിൽ ആക്രമിക്കാൻ പോവുകയാണ്. ഇനിയും കാത്തു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ തകർക്കപ്പെടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത 100 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. നാം കാണുന്ന ഒരു സാധാരണ യുദ്ധമല്ല ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ ഇതൊരു ഉപരിതലങ്ങളിലുള്ള ഒരു വ്യാപകമായ ഒരു ആക്രമണം എന്നതല്ല, വലിയ പ്ലാനോട് കൂടെയുള്ള പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ പ്ലാൻ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ ഇറാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും മിഡിൽ ഈസ്റ്റ് ഉപയോഗപ്പെടുത്തി എങ്ങനെ നീങ്ങുന്നു എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കുവൈത്തിൽ ഇന്നും ഡീസാലിനേഷന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈത്തില് ഏകദേശം 24-25 പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഇറാൻ 12 സിസ്റ്റങ്ങളും തകർത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം കുവൈത്തിന്റെ 50% പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ മിസൈലുകൾ തകർത്തിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ 38 പാട്രിയറ്റ് സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്ക് പ്രതിരോധ സംവിധാനങ്ങളിൽ ചെറിയ ഒരു ഭാഗം ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. എങ്കിൽ പോലും ഇപ്പോൾ ഈ യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യങ്ങളെ പോലെയല്ല, ഇറാന്റെ മിസൈലുകൾക്ക് പ്രതിരോധം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങൾക്ക് നേരെയെല്ലാം ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് പുനർനിർമ്മിക്കാൻ, വളരെ വേഗതയിൽ പുനർനിർമ്മിക്കാൻ ജർമ്മനിയുള്ള അമേരിക്കൻ സംവിധാനങ്ങൾ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്രിയറ്റ് സംവിധാനങ്ങൾ, അതിലുപയോഗിക്കുന്ന മിസൈലുകൾ, ഇതെല്ലാം വളരെ വേഗത്തിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് പുനർവിന്യസിക്കാൻ കഴിയാത്ത വിധം വളരെ പെട്ടെന്ന് തന്നെ ആക്രമിച്ച് ഇറാന്റെ ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുക എന്നതാണ് ഇറാന്റെ മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇറാനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ കുവൈത്തിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ, ഇതെല്ലാം ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മിഡിൽ ഈസ്റ്റിൽ വേറെയും ഇതുപോലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്.